യഥാർത്ഥത്തിൽ നമ്മളും ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഒന്നാമത്തെ ഓപ്ഷൻ, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിലുണ്ട് അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. എന്നിട്ടും അയാൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ധിക്കാരല്ലേ? അള്ളാഹ് കണ്ടാലെന്നാ, മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ ജീവിതം ഞാനല്ലേ സെലക്ട് ചെയ്യണത്. ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളല്ലേ, ഡിഗ്രി അല്ലേ കാലം, അടിച്ചു പൊളിക്കലന്നെ. അതൊരു ധിക്കാരല്ലേ? അള്ളാഹ് കണ്ടാലെന്താന്നുള്ള മെൻ്റൽ ആറ്റിറ്റ്യൂഡ് വരിക. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്, അത് ആ ഓപ്ഷനും കൂടിയേ ഉള്ളൂ. അതിൻ്റെ ഓപ്ഷൻ, തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അടുത്ത ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ അള്ളാഹ് കാണുന്നില്ല. ഒന്നാമത്തത്, അള്ളാഹ് കാണുന്നുണ്ട് എന്ന അറിവോടുകൂടി തെറ്റ് ചെയ്താൽ ധിക്കാരം, അള്ളാഹ് ഉണ്ടാകുന്നു. രണ്ടാമത്തത്, അള്ളാഹ് കാണുന്നില്ല എന്നാണ് ഉപരി വിചാരിക്കുന്നത്, കാരണം ഡോർ അടിച്ചിട്ടുണ്ട്, ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, മൊബൈലിൽ ഇത് കണ്ടപാട് ഡിലീറ്റ് ആക്കുകയും ചെയ്യും, നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കുകയും ചെയ്യും. എൻ്റെ മൊബൈൽ ഫിംഗർ പ്രിൻറ്റും ഉണ്ട്, ലോക്ക് നമ്പർ പാറ്റേണും ഉണ്ട്. ആർക്കാ തുറക്കാൻ കഴിയോ? അള്ളാഹ് എങ്ങനെ കാണല്? അത് കുഫറല്ലേ മോനെ, കുഫറല്ലേ?